നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. അർബുദം എന്ന് കേട്ടാൽ നമുക്കിപ്പോഴും വലിയ ഭയമാണ്. എന്നാൽ അർബുദത്തിന് കൃത്യമായ ചികിത്സകൾ ഇന്ന് നിലവിലുണ്ട്. വിശേഷിച്ച് നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഉദരവും ഉദരത്തോടനുബന്ധിച്ചിട്ടുള്ള അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി അർബുദങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇതിന് കൃത്യമായ ചികിത്സകളുണ്ട്. നൂതന ചികിത്സാ മാർഗങ്ങൾ, താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളുണ്ട്. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചിയിലെ റിനൈ മെഡ് സിറ്റിയിലെ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ മനോജ് കുമാർ അയ്യപ്പത്ത്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ അർബുദം എന്ന് പറയുമ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും കൃത്യമായ ചികിത്സ കഴിഞ്ഞ് ഭേദമായവരൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് നമ്മളോട്. എങ്കിൽ പോലും അർബുദമാണ് എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ ഭയമാണ് ഇപ്പോഴും കേരളത്തിലുള്ളവർക്ക്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു വശത്ത്, മറ്റൊന്ന് എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് അർബുദം എന്നുള്ളതും. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉദര സംബന്ധമായ അല്ലെങ്കിൽ ഉദരത്തോടനുബന്ധിച്ച് വരുന്ന ഏതെല്ലാം അവയവങ്ങളിൽ അർബുദം ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഏതെല്ലാം അവയവങ്ങളെയാണ് പ്രധാനമായും അർബുദം ബാധിക്കുന്നത്? കേരളത്തിൽ വളരെയധികം കാണപ്പെടുന്ന വൻകുടലും അതിനോടനുബന്ധിച്ചുള്ള ക്യാൻസേഴ്സുമാണ്. അതല്ലാതെ അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ, പിന്നെ കരളും പാൻക്രിയാസും പിത്തസഞ്ചി, പിത്തക്കുഴൽ, ഇതിലുള്ള എല്ലാ തരത്തിലുള്ള ക്യാൻസേഴ്സും കാണപ്പെടുന്നുണ്ട്. അത് കൂടുതലായി വൻകുടൽ ക്യാൻസേഴ്സാണ്. പാൻക്രിയാറ്റിക് ക്യാൻസേഴ്സ് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്. പാൻക്രിയാസിൽ കല്ല് വരുന്ന അസുഖം കേരളത്തിൽ വളരെയധികം കാണപ്പെടുന്നതുകൊണ്ട് പാൻക്രിയാറ്റിക് ക്യാൻസേഴ്സ് മറ്റുള്ള സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ കേരളത്തിൽ കാണുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആമാശയത്തിൽ അല്ലെങ്കിൽ കുടലിലൊക്കെയുള്ള അസുഖങ്ങൾ പലപ്പോഴും നമ്മുടെ ഈ തെറ്റായ ഭക്ഷണ രീതി കൊണ്ട് ഒക്കെ വരുന്നു എന്ന് പറയുന്നു. അർബുദം അത് അങ്ങനെ തന്നെയാണെന്ന് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം അസുഖങ്ങൾ കൂടുന്നതിന് ഒരു കാരണമാകുന്നുണ്ടോ ഈ തെറ്റായ ജീവിതശൈലി, ആഹാരക്രമങ്ങൾ? നമുക്ക് അതിന് സയൻറ്റിഫിക് പ്രൂഫില്ല. നമുക്ക് ഹൈ ഫാറ്റ് ഡയറ്റ്, ലോ ഫൈബർ ഡയറ്റ്, അതുകൂടാതെ മറ്റ് സ്മോക്കിംഗ്, ഇതെല്ലാം ഒരു പ്രോബബിൾ കോസ് ആയിട്ടാണ് പറയുന്നത്. അതല്ലാതെ ഇതിനാൽ അത് വന്നെന്ന് പ്രൂവ് ചെയ്യാനായി നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റഡീസ് എല്ലാം ഒന്നുമില്ല. ഇതുപോലെ തന്നെയാണ് ഓരോ ഏജ് ലിമിറ്റ്. ചില അസുഖങ്ങൾക്ക് ചില പ്രായക്കാരിൽ കൂടുതൽ കാണാം. അങ്ങനെ ഈ അർബുദത്തിന് അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ ഈ ഉദരസംബന്ധമായിട്ട് വരുന്ന അർബുദങ്ങൾക്ക്? ഉദരസംബന്ധ അർബുദങ്ങൾ സാധാരണ ഒരു ഡിസീസ് ഓഫ് ഓൾഡ് ഏജ് ആണ്. വയസ്സായവരിലാണ് അത് കൂടുതൽ കാണപ്പെടുന്നത്. അതില്ലാതെ ചെറുപ്പക്കാരിലും ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. പക്ഷേ അതിനൊരു ജനറ്റിക് കോസ് കൂടെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ ഏർലിയായി നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനാൽ കുറച്ച് ഏർലിയായി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. മേ ബി ദാറ്റ് ഈസ് വൈ അത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ഏജ് പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ആസ് ഇൻ ജനറൽ കുടൽ ക്യാൻസേഴ്സ് ഒരു വയസ്സായവരിൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ്. മോർ ദാൻ 50 ഇൻ ജനറൽ. ഇപ്പോൾ അന്നനാളത്തിൽ ഉണ്ടാകുന്ന അർബുദം എടുത്താൽ എന്തെല്ലാം തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്? അന്നനാള ക്യാൻസേഴ്സ്, ഈ കുടൽ ക്യാൻസറിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ക്യാൻസറാണ് അന്നനാള ക്യാൻസർ. അത് കാരണം ഈ അന്നനാളം ഇറ്റ്സ് എ 3 ക്വാഡ്രന്റ് ഡിസീസ്. അതായത് കഴുത്ത്, നെഞ്ചുകൂട്, വയറ്, ഈ അന്നനാളം, ഇത് 3 പാതയും അത് ക്രോസ് ചെയ്യുന്നതിന് അത് ദറ്റ്സ് എ 3 ക്വാഡ്രന്റ് ഡിസീസ്. സോ അതിൽ സാധാരണ ലക്ഷണം ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് അതൊരു പ്രധാന സിംറ്റം. വിശപ്പില്ലായ്മ, ഇങ്ങനെയുള്ള വളരെ സിംറ്റമാറ്റോളജി വളരെ കുറവായിരിക്കും അന്നനാള ക്യാൻസേഴ്സ്. ബട്ട് വരുന്നത് മുഴുവൻ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടും, പിന്നെ ചിലപ്പോൾ രക്തം ഛർദ്ദിക്കാം, വയറ്റിൽ കറുത്ത് പോവുക, രക്തം പോവുക, ഇതൊക്കെയാണ് അതോടെ ജനറൽ സിംറ്റംസ്. ഒരു അഡ്വാൻസ്ഡ് അന്നനാള ക്യാൻസേഴ്സ് ആണെങ്കിൽ, അന്നനാള ക്യാൻസർ അഡ്വാൻസ് ആണെങ്കിൽ പിന്നെ ശബ്ദത്തിലെ വ്യതിയാനം, ഇതെല്ലാം അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു അന്നേരത്തിൽ. ഡോക്ടർ, പലപ്പോഴും ഈ വിശപ്പില്ലായ്മ, ക്ഷീണമൊക്കെ വരുമ്പോൾ മറ്റ് പല അസുഖങ്ങളുമായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യാറ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയിലൊക്കെ ഒരുപാട് ഈ ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് പല അസുഖങ്ങളും ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഇത് ഗൗരവമായിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഇത് ഒരു അർബുദത്തിനൊരു സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മളെങ്ങനെ മനസ്സിലാക്കാം? വിശപ്പില്ലായ്മയുടെ കൂടെ വെയ്റ്റ് ലോസ്, അത് നമുക്കൊരു സിഗ്നിഫിക്കൻറ്റ് വെയ്റ്റ് ലോസ്, ഒരു സഡൻ ഓൺസെറ്റ് വെയ്റ്റ് ലോസ്, പെട്ടെന്ന് നമ്മുടെ വെയ്റ്റ് കുറയുന്ന പോലെ ഉണ്ടെങ്കിൽ നമ്മൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് അതോടനുബന്ധ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. കൂടാതെ ഏജ് കൂടെ കോറിലേറ്റ് ചെയ്യേണ്ട ഒരു സംഗതി കൂടെ ഉണ്ട്. അതിൽ ഏജ് കൂടുന്തോറും ഇത് വരാനുള്ള ഇത്തരത്തിലുള്ള അസുഖങ്ങൾ, നമ്മൾ ഒരു വയസ്സായ ഒരാൾ വിശപ്പില്ലായ്മയോ അതല്ലെങ്കിൽ വെയ്റ്റ് അൺയൂഷ്വലായി വെയ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക, വയറ്റിൽ നിന്ന് കറുത്ത് പോവുക, രക്തം പോവുക, വയറിൽ ചെറിയ സ്തംഭനം ഇത്യാദി പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ ഉറപ്പായും അതൊരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ ചെയ്യേണ്ടി വരും. ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് ഒരു രോഗി വരുന്നു,
നമ്മൾ ലക്ഷണങ്ങൾ കൊണ്ട് ക്ലിനിക്കലി ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ? അതായത് ഇതിനൊരു അർബുദ സാധ്യതയുണ്ടെന്ന് ഡോക്ടേഴ്സിന് ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഉണ്ടോ? ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദിക്കുക, പിന്നെ രക്തം ഛർദ്ദിക്കുക, വയറ്റിൽ നിന്ന് രക്തം പോവുക, മലത്തോടെ കലർന്ന് രക്തം പോവുക, അതല്ലാതെ മലം കറുത്ത് പോവുക, വയറ് സ്തംഭിച്ച് വയറ് വീർത്ത് വരിക, വയറ്റിൽ വേദന, വെയിറ്റ് കുറഞ്ഞു വരിക, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഇതൊരു ക്യാൻസർ ആയിരിക്കാം ഒരു സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ഫസ്റ്റ് നമ്മൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനാണ്. പിന്നെ ഒരു അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ചെയ്താൽ പൂർണ്ണമായും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇത് ലൂമിനോളജി കുടലായതുകൊണ്ട് നമുക്ക് എൻഡോസ്കോപ്പ് മൂലമോ കൊളോണോസ്കോപ്പ് മൂലമോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഡോക്ടർ, അപ്പോൾ എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ പലപ്പോഴും പേടിയാണ് എല്ലാവർക്കും. ചിലർ പറയും ഇങ്ങനെ നമ്മുടെ തൊണ്ടയിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് പെയിൻഫുൾ ആണെന്ന്. ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്താർക്കൊക്കെ അപ്പോൾ എൻഡോസ്കോപ്പി പറഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ രോഗിയെ ഇത് കൃത്യമായി കൗൺസിൽ ചെയ്ത് ഇതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിക്കുന്നതും എന്താണ് എൻഡോസ്കോപ്പി എന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞാൽ? അപ്പർ ജി എൻഡോസ്കോപ്പി, വായ വഴി നമ്മൾ ക്യാമറ ഇറക്കി പരിശോധിക്കുന്ന എൻഡോസ്കോപ്പി വളരെ നിസ്സാരമായ പരിശോധനയാണ്. അതിന് ഓറൽ അനസ്തെറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിന് യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതൊരു മാക്സിമം ഒരു 10 മിനിറ്റ് താഴെയാണത്. അത് ചെയ്യുക, അതിൽ നിന്ന് ബയോപ്സി എടുക്കുകയും അത് പെട്ടെന്ന് തീരുന്നതാണ്. കൊളോണോസ്കോപ്പ് അതുപോലെയല്ല, കുറച്ചുകൂടെ പ്രൊലോങ്ഡ് പരിശോധനയാണ്. പക്ഷേ എന്നിരുന്നാലും രോഗിക്ക് അതേ ദിവസം മേ ബി ഒരു 2 hours ശേഷം വീട്ടിൽ പോകാവുന്നതാണ്. അത് അത്രയും ഒരു ബുദ്ധിമുട്ട് പിടിച്ച പരിശോധന ഒരിക്കലും അല്ല. ഓക്കെ. ഇപ്പോൾ അർബുദം എന്ന് പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളെപ്പോഴും കാണുന്ന ഒരു രോഗനിർണയ മാർഗം ബയോപ്സി ആണല്ലോ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് ബയോപ്സിയുടെ ആവശ്യം വരുന്നില്ലേ? നമ്മൾക്ക് ആക്സസിബിൾ ഡിസീസസ്, അതായത് അന്നനാളം, ആമാശയം, ഇപ്പോൾ ചെറുകുടൽ, വൻകുടൽ, ഇത്രയും അസുഖങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ബയോപ്സി നമ്മൾക്ക് ചെയ്യാൻ പറ്റും. എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി, എൻഡ്രോസ്കോപ്പി, 3 സ്കോപ്പുകളുമുണ്ട്. സോ ഓൾമോസ്റ്റ് എല്ലാ ഇൻറ്റസ്റ്റൈനും നമുക്ക് ആക്സസിബിൾ ആണ്. അതിന് ബയോപ്സി എടുക്കാനും പ്രൂവ് ചെയ്യാനും സാധിക്കും. മറ്റ് കരൾ ക്യാൻസേഴ്സോ പാൻക്രിയാറ്റിക് ക്യാൻസേഴ്സിനോ ബയോപ്സിയുടെ ആവശ്യമില്ല. അത് സി ടി സ്കാൻ ചെയ്താലേ നമുക്കറിയാം. അതിൽ ഒരുവിധം ഒരു 90-95% നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. അവരുടെ സ്പെസിഫിക് ഫീച്ചേഴ്സ് തന്നെ ഉണ്ട്. ചികിത്സയിലേക്ക് പോകും മുമ്പ് എൻഡ്രോസ്കോപ്പി എന്താണെന്ന് കൂടി ഒന്ന് പറയാം. എൻഡോസ്കോപ്പ് മൂലം നമ്മൾ ആമാശയം വരയ്ക്കും പരിശോധിക്കുന്നു. ഇത് സെയിം എൻഡോസ്കോപ്പ് കുറച്ച് നീളം കൂടുതലാണ്. അത് ചെറുകുടലിൽ ഉള്ള അസുഖങ്ങളും ക്യാൻസേഴ്സും കണ്ടുപിടിക്കാൻ അത് എൻഡോസ്കോപ്പ് പരിശോധന പോലെ തന്നെയാണ്. അതൊരു ഇത്തരം പരിശോധനകൾ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി ഒക്കെ നമുക്ക് രോഗനിർണയ മാർഗം മാത്രമല്ല പലപ്പോഴും കറക്റ്റ് ചെയ്യാനും ഇത് ഉപയോഗിക്കാറുണ്ടല്ലോ ചില അസുഖങ്ങൾക്ക്. അർബുദത്തിൻ്റെ കാര്യത്തിൽ അതെങ്ങനെയാണ്? നമ്മളുടെ നാട്ടിൽ ആക്ച്വലി പേഷ്യൻസ് പ്രസൻറ്റ് ചെയ്യുന്നത് കുറച്ച് വൈകിയാണ്. ഇപ്പം ജപ്പാൻ പോലെ എല്ലാ ഇയർലിയോ 5 ഇയർലി എൻഡോസ്കോപ്പി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർക്കത് മുന്നേ കൊണ്ട് കണ്ടുപിടിക്കാനും അത് എൻഡോസ്കോപ്പിയിൽ കറക്റ്റ് ചെയ്യാനും സാധിക്കും. പക്ഷേ നമ്മളുടെ പേഷ്യൻസ് എല്ലാം വരുന്നത് ഒരുവിധ അഡ്വാൻസ്ഡ് ആണ്. സോ എൻഡോസ്കോപ്പി പ്രൊസീജിയേഴ്സ് നമ്മുടെ നാട്ടിൽ സാധാരണ അത്ര എളുപ്പത്തിന് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ഓൾറെഡി ക്യാൻസേഴ്സ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണ് അവരുടെ പ്രസൻറ്റേഷൻ. ഓക്കെ. അപ്പോൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പിന്നെ അടുത്ത പടി എങ്ങനെയാണ്? ഡയഗ്നോസ് ചെയ്ത് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഓൾവേസ് സ്റ്റേജിങ്. ഇത് എത്രത്തോളം പരന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അതിനുശേഷമാണ് നമ്മൾ ശസ്ത്രക്രിയ വേണോ അതോ ശസ്ത്രക്രിയയ്ക്ക് മുന്നേ ഒരു കീമോതെറാപ്പിയുടെ ആവശ്യമുണ്ടോ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. എത്രത്തോളം പരന്നിട്ടുണ്ട് അത് ഡിസൈഡ് ചെയ്യാനായിട്ട് നോൺ ഇൻവേസീവ് ഇൻവെസ്റ്റിഗേഷൻ CT യോ MRI യോ ചെയ്യേണ്ടി വരും. ഓക്കെ. ഇപ്പോൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ എല്ലാത്തിനും പറ്റുമെന്ന് പറയുന്നു. ഏത് സ്റ്റേജിലാണ് നമ്മൾ ഇത്തരം അസുഖങ്ങൾക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലേക്ക് പോകുന്നത്? എല്ലാ ക്യാൻസേഴ്സും റിസെക്റ്റബിൾ സ്റ്റേറ്റ്, അതായത് നമ്മൾ വയറ് തുറന്ന് റിസെക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന 90% ക്യാൻസേഴ്സും നമുക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ നമുക്ക് റിസെക്റ്റ് ചെയ്യാൻ സാധിക്കും. മുറിച്ചു മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഇപ്പം പറഞ്ഞതിൽ ഇനി വരുന്നത് ചെറുകുടലിലും വൻകുടലിലുമുള്ള അർബുദങ്ങളാണ്. അപ്പോൾ ചെറുകുടലിലെ ക്യാൻസറുകൾ കേരളത്തിൽ കൂടി വരുന്നുവെന്ന് പറയുന്നു, റിപ്പോർട്ടുകളുണ്ടെന്ന്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പ്രത്യേകിച്ചൊരു കാരണം അതിന് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏർലി ഡിറ്റക്ഷൻ, ഇപ്പോൾ ഡിറ്റക്ഷൻ റേറ്റ് കൂടുതലാണ്. നമ്മൾക്ക് എല്ലാ ഫെസിലിറ്റിയും കേരളത്തിലുണ്ട്, ഇൻക്ലൂഡിങ് എൻഡോസ്കോപ്പ്. സോ അതിനാൽ ഡിറ്റക്ഷൻ റേറ്റ് കൂടുതലാണ് നമ്മൾ കൂടുതലായി ഇപ്പോൾ കണ്ടുപിടിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല അസുഖങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെയൊരു തെറ്റായ ധാരണയിലേക്ക് പോകുന്നുണ്ട്. കാരണം നമ്മൾ വൈദ്യശാസ്ത്രം വികസിച്ചതിനനുസരിച്ച് കൃത്യമായി ഇത് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അസുഖങ്ങളുടെ നിരക്ക് കൂടുതലാണെന്ന് ഒരു തെറ്റായ ധാരണയും വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അസുഖങ്ങൾ
കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇൻസിഡൻസ് കൂടുന്നുണ്ട്, ഡെഫിനറ്റായിട്ടും ഇൻസിഡൻസ് കൂടുന്നത്. അതൊരു കാരണം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് നമ്മളുടെ ലൈഫ് സ്പാൻ 48 years ആണ്. ഇപ്പോൾ നമ്മൾ നമ്മളുടെ ആവറേജ് ലൈഫ് സ്പാൻ പ്രസൻറ്റ് സെൻസസ് അനുസരിച്ച് more than 72 ആണ്. സോ ആസ് സച്ച് ക്യാൻസർ ഈസ് എ ഡിസീസ് ഓഫ് ഓൾഡ് ഏജ്. അപ്പോൾ വയസ്സാവുമ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടും. സോ കേരളത്തിൽ വയസ്സായവരുടെ എണ്ണം കൂടുമ്പോൾ ക്യാൻസറിൻ്റെ ഡെഫിനറ്റായിട്ടും ഇൻസിഡൻസ് കൂടും. അതും ഒരു കാരണമാണ്. ഏർലി ഡിറ്റക്ഷൻ, ഇൻക്രീസ് ലൈഫ് സ്പാൻ, ഡെഫിനറ്റ്ലി ലൈഫ് സ്റ്റൈൽ ഒരു പാർട്ടാണ്. ബട്ട് അതിനൊരു സയൻറ്റിഫിക് പ്രൂഫ് നമുക്കില്ല. ഓക്കെ, ഇപ്പോൾ ചെറുകുടലിലെ ക്യാൻസർ ആണെങ്കിൽ ലക്ഷണങ്ങൾ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും? ചെറുകുടലിലെ ക്യാൻസർ സാധാരണ വയറ് വേദനയും വയർ തടസ്സം, അതായത് കുടലിൽ തടസ്സമായിട്ടും പിന്നെ മലം കറുത്ത് പോവുക, ഇതൊക്കെയാണ് അതിൻ്റെ സാധാരണ സിംറ്റംസ്. അത് കണ്ടുപിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് എൻഡോസ്കോപ്പ് എല്ലാ ഹോസ്പിറ്റൽസ് എൻഡോസ്കോപ്പ് ഇല്ലാത്തതിനാൽ. എൻഡോസ്കോപ്പും കൊളോണോസ്കോപ്പും ക്വൈറ്റ് പ്രിവലൻ്റ് ആണ്, എൻഡോസ്കോപ്പ് ഇല്ല. പക്ഷേ CT സ്കാൻ എല്ലാവിടെയും ഉള്ളതിനാൽ ഇപ്പോൾ കണ്ടുപിടിക്കുന്നതും അളവ് കൂടിയിട്ടുണ്ട്. ഓക്കെ, കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സകൾ എന്തെല്ലാമാണ്? പ്രൈമറിലി എല്ലാ GI ക്യാൻസേഴ്സിനും സർജറിയാണ് ട്രീറ്റ്മെൻറ്റ്. കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും അഡ്ജുവൻ്റ് ആണ്, അതൊരു കൂടെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമാണ്. പ്രൈമറി സർജറി അതോടെ സ്പ്രെഡ് പാറ്റേൺ അങ്ങനെയാണ്. അതായത് ആ ക്യാൻസേഴ്സ് അഡിനോകാർസിനോമ ആണ് ജനറലി കാണപ്പെടുന്നത്, അതിന് സർജറിയാണ് അതോടെ ചികിത്സ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കീമോ ഒക്കെ അത്യാവശ്യം വേണമെങ്കിൽ മാത്രം സപ്പോർട്ടിന് കൊടുക്കുന്നു. സപ്പോർട്ടിനാണ്, അത് സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഡോക്ടർ, പലപ്പോഴും ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ ഇത് സ്പ്രെഡ് ആവാതെ നോക്കിയാൽ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ആവുമ്പോൾ റിമൂവ് ചെയ്യേണ്ട ഭാഗം റിമൂവ് ചെയ്താൽ, അല്ലെങ്കിൽ ചിലപ്പോൾ സംടൈംസ് നമ്മുടെ അവയവങ്ങൾ തന്നെ എടുത്തു കളഞ്ഞാൽ പിന്നീട് പടരാതിരിക്കാനുള്ളൊരു ചാൻസസ്. ഈ അർബുദം, ഉദര സംബന്ധമായിട്ടുള്ള അർബുദങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ചാൻസ് ഉണ്ടോ? നമ്മൾ ഏറ്റവും പ്രധാനം റാഡിക്കൽ റിസെക്ഷനാണ്. ഈ ക്യാൻസർ ബാധിച്ച കുടലും അതിലേക്ക് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലും അതിനോടനുബന്ധിച്ചുള്ള കഴലയും എല്ലാം ചേർന്നൊരു വൈഡ് റിസെക്ഷൻ നമ്മൾ ചെയ്താൽ ഇത് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. ആൻഡ് ഡെഫിനറ്റ്ലി പേഷ്യൻ്റെ സ്റ്റേജ് അനുസരിച്ചിരിക്കും പേഷ്യൻ്റെ ലൈഫ് സ്പാൻ. ഇപ്പോൾ ഏർലി സ്റ്റേജിൽ നമ്മളൊരു വൈഡ് റാഡിക്കൽ റിസെക്ഷൻ ചെയ്താൽ ആ പേഷ്യൻ്റ് സുഖമായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി വൻകുടൽ ക്യാൻസേഴ്സിൽ. വൻകുടൽ ക്യാൻസേഴ്സിൻ്റെ റിസൾട്ട് വളരെ നല്ല റിസൾട്ടാണ് ഇപ്പം. ഡോക്ടർ, ഇപ്പോൾ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ മറ്റു പല അസുഖങ്ങൾക്കുമുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്ത് ചിലതൊക്കെ അന്നേക്കന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസം, വളരെ കുറച്ച് ദിവസം മാത്രം, വിശ്രമം പോലും വളരെ കുറച്ച് ദിവസം മാത്രം മതി. അർബുദ ചികിത്സയിൽ എങ്ങനെയാണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ പ്രസൻ്റ്ലി എല്ലാ അർബുദ രോഗങ്ങൾക്കും, ഉദര സംബന്ധ അർബുദ രോഗങ്ങൾക്കും ഡോക്ടേഴ്സ് കൂടുതലായി ലാപ്രോസ്കോപ്പിയാണ് ചെയ്യുന്നത്. കാരണം പേഷ്യൻ്റ് എത്രയും വേദന കുറവാണ്, മുറിവോടെ ലെങ്ത്ത് കുറവാണ്, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും, അവരുടെ റുട്ടീൻ ലൈഫിലേക്ക് അവർക്ക് പെട്ടെന്ന് തിരിച്ചു പോകാനും സാധിക്കും, അവർ ജോലിക്ക് ചേരാനും, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഡെക്സ് നൗ. അത് ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ വളരെ മെച്ചപ്പെട്ട ഒരു കാണുന്നുണ്ട് അല്ലേ? എത്ര ദിവസം കിടക്കേണ്ടി വരും ഹോസ്പിറ്റലിൽ? അത് ഡിപ്പെൻസ്, അത് ഏത് തരത്തിലുള്ള ക്യാൻസറാണ്. സാധാരണ ഒരു കുടൽ ഉണങ്ങാനുള്ള സമയം 3 മുതൽ 5 ദിവസം വരെയാണ്. സോ പേഷ്യൻ്റെ പ്രസൻറ്റേഷൻ അനുസരിച്ച് ഒരു ഏർലി ക്യാൻസേഴ്സ് ആണെങ്കിൽ 3 to 5 days ആ കുടൽ യോജിച്ചിരിക്കും. അവർക്ക് 5 days ശേഷം സാധാരണ പോകാൻ സാധിക്കും. ഓക്കെ ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം കരളിലുണ്ടാകുന്നത് അല്ലെങ്കിൽ പിത്തസഞ്ചിയിലുണ്ടാകുന്നത്, പാൻക്രിയാസിലുണ്ടാകുന്നത് അർബുദങ്ങൾ ഇതുപോലെ തന്നെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതല്ലേ? ഇവയുടെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? പാൻക്രിയാറ്റിക് ക്യാൻസേഴ്സ് ഈസ് ഗ്രേറ്റ് മാസ്കുലേഡ്. അത് സാധാരണ വെയ്റ്റ് ലോസ്, വിശപ്പില്ലായ്മ, വെയ്റ്റ് ലോസ്, ഇതെല്ലാം പാൻക്രിയാറ്റിക് ക്യാൻസേഴ്സിൻ്റെ സിംറ്റംസ്. നമ്മളുടെ നാട്ടിൽ ഈ പാൻക്രിയാസിൽ കല്ല് വരുന്ന ഈ അസുഖം ഉള്ളതുകൊണ്ട് ഏത് പേഷ്യൻറ്റും പാൻക്രിയാസിൽ കല്ലുള്ള പേഷ്യൻ്റ് നമ്മൾ ഫോളോ അപ്പിൽ, സാധാരണ ഡോക്ടേഴ്സിൻ്റെ ഫോളോ അപ്പിലാണ് ഇരിക്കും. ആ ഒരു പേഷ്യൻ്റ് യങ് ഏജ് ജനറലി ഇതേ പ്രസൻറ്റ്, ഈ പാൻക്രിയാറ്റിക് കല്ലുകൾ 20 വയസ്സാകുന്നുള്ള പ്രസൻറ്റ് ചെയ്യും, വയറുവേദന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ആ പേഷ്യൻ്റെ ഫോളോ അപ്പിലിരിക്കുന്ന പേഷ്യൻറ്റിന് അൺയൂഷ്വലായി വെയിറ്റ് കുറയുക, വിശപ്പില്ലായ്മ, അങ്ങനെ വന്നാൽ നമ്മൾ അതിനുള്ള പരിശോധനകൾ ചെയ്ത് ക്യാൻസർ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി വരും. ഡോക്ടർ, ഇപ്പം പ്രമേഹ രോഗം ധാരാളമായിട്ട് കാണുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ പാൻക്രിയാസിൻ്റെ ഒരു പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇത് കിടക്കുന്നത്. അപ്പോൾ അർബുദവും പ്രമേഹവുമായിട്ട് ബന്ധമുണ്ടോ? പാൻക്രിയാറ്റിക് ക്യാൻസേഴ്സ് സാധാരണ ഒരു 40 വയസ്സ് 50 വയസ്സിലൊരു പേഷ്യൻ്റ് പെട്ടെന്ന് ഒരു ഡയബറ്റിക്കായി പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 2 years ഒരു പാൻക്രിയാറ്റിക് ക്യാൻസർ വരാനുള്ളൊരു സാധ്യത പറയുന്നുണ്ട്. അത്
പാൻക്രിയാറ്റിക് ക്യാൻസർ ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ് ആണ്. ഇപ്പോൾ ഒരു വീട്ടിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് എല്ലാം ഒന്നുമില്ല, പെട്ടെന്ന് ഒരു ഡയബറ്റീസ് വരുന്നു, അത്തരത്തിലുള്ള പേഷ്യൻസിന് ചാൻസസ് ഉണ്ട് പാൻക്രിയാറ്റിക് ക്യാൻസർ. അത് പാൻക്രിയാറ്റിക് ക്യാൻസറിനാൽ ഡയബറ്റീസ് എന്നല്ല ഞാൻ പറയുന്നത്. ദർ ആർ ചാൻസസ്. ദാറ്റ് ഈസ് നോൺ ആസ് പാൻക്രിയാറ്റിക് ക്യാൻസർ ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ്. ഓക്കെ, പെട്ടെന്ന് ഇതുവരെ ഇല്ലാത്ത പ്രമേഹം പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ അല്ലേ? അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക. വിശപ്പില്ലായ്മ പ്രധാന സിംറ്റം അതാണ്. അങ്ങനെ വന്നാൽ അടുത്ത പടി എന്താണ്? ഇപ്പോൾ പ്രമേഹം വന്നു, അത് പാൻക്രിയാസിൻ്റെ എന്തെങ്കിലും പ്രവർത്തന തകരാറ് കൊണ്ടാണെന്ന് മനസ്സിലാക്കി, അർബുദ സാധ്യത മനസ്സിലാക്കി, എങ്ങനെയാണ് അതിൻ്റെ രോഗനിർണയം? പ്രൈമറിലി അത് CT സ്കാനാണ്. പാൻക്രിയാറ്റിക് ക്യാൻസർ CT സ്കാനിൽ വ്യക്തമായി കാണാൻ സാധിക്കും. ഒരു 70-80% നമുക്ക് CT സ്കാനിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. കണ്ടുപിടിച്ചാൽ അസുഖമുണ്ടെന്ന് മനസ്സിലായാൽ ശസ്ത്രക്രിയയാണ് അതൊരു വിധി. എത്രയും പെട്ടെന്ന് ശസ്ത്രക്രിയ ചെയ്യാം. ഏത് സ്റ്റേജിലാണെങ്കിൽ? ഏത് സ്റ്റേജിലാണെങ്കിൽ അത് ഡിപ്പെൻസ് ഓൺ സ്റ്റേജ്. ഇപ്പോൾ അത് രക്തക്കുഴലിലേക്ക് പിടിച്ചിട്ടുണ്ട്, വേറെ എവിടേക്കെങ്കിലും സ്പ്രെഡ് ആയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സർജറി ചെയ്താലും പേഷ്യൻറ്റിന് വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടില്ല. വേറെ കരളിലേക്ക് അങ്ങ് പരന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സർജറി ചെയ്യുന്നതിലും വലിയ അർത്ഥമില്ല. ഇറ്റ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ്. യു ഡോണ്ട് നീഡ് ടു ഡു സർജറി. പൊതുവേ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ കഴിഞ്ഞാൽ, ശസ്ത്രക്രിയ തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ അസുഖം എല്ലാം മാറി, ദിസ് ഇസ് ദ എൻഡ് എന്നാണ് പല രോഗികളും കരുതാറ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഹൃദയം മാറ്റിവെക്കൽ വരെ കഴിഞ്ഞാലും എൻ്റെ അസുഖം എല്ലാം മാറി, ഇനി ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരം താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾക്ക് ശേഷം ഫോളോ അപ്പ് എങ്ങനെയാണ് വേണ്ടത്? അതെല്ലാ ക്യാൻസേഴ്സിനും സെപ്പറേറ്റ് ആണ്. അതിന് ടാസ്ക് ഫോഴ്സ് ഗൈഡ് ലൈൻസ്, ഡെഫിനറ്റ് ഗൈഡ് ലൈൻസ് ഉണ്ട്. വൻകുടൽ ക്യാൻസേഴ്സിന് എല്ലാ 3 മാസം കൂടുമ്പോഴും രക്തപരിശോധനയും അൾട്രാസൗണ്ടും ഓരോ വർഷം ചെല്ലുമ്പോൾ കൊളോണോസ്കോപ്പിയും, അത് വ്യക്തമായി പേഷ്യൻറ്റിന് പ്ലാൻ എഴുതി കൊടുത്തിരിക്കും. അപ്പോൾ പേഷ്യൻറ്റ് ഒരു ക്യാൻസർ, എസ്പെഷ്യലി ഇൻറ്റെസ്റ്റൈനൽ ക്യാൻസേഴ്സ്, സർജറി കഴിഞ്ഞാൽ അവർ ഡെഫിനറ്റായിട്ടും ഫോളോ അപ്പിലിരിക്കണം. ഓക്കെ, അതുമാത്രമല്ല വീണ്ടും വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? വീണ്ടും വരാനുള്ള സാധ്യത പേഷ്യൻറ്റിൻ്റെ സ്റ്റേജ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഏർലി സ്റ്റേജ് ക്യാൻസേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് തിരിച്ച് വരാതെ ഒരുപാട് പേഷ്യൻസ് സുഖമായി ഇരിക്കുന്ന കണ്ടീഷനുണ്ട്. എസ്പെഷ്യലി വൻകുടൽ ക്യാൻസേഴ്സ്, അവരുടെ റിസൾട്ട് വളരെ നല്ല റിസൾട്ടാണ്. ഓക്കെ ഡോക്ടർ, പല അസുഖങ്ങളും നമ്മൾക്കിപ്പോൾ വരുന്നത് ഈ പാരമ്പര്യമായിട്ട് ചിലപ്പോൾ വരാം, പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാകാം. ഈ കാരണങ്ങളെല്ലാം നിലനിൽക്കുകയും ഈ വന്ന ക്യാൻസറിനെ നമ്മൾ ചികിത്സിച്ച് മാറ്റുകയും ചെയ്യുമ്പോൾ വീണ്ടും വരാനുള്ള സാധ്യത കൂടുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അവർ അങ്ങനെ വരാതിരിക്കാൻ എന്താണ് ഈ കാരണങ്ങളെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അത് വരാതിരിക്കാൻ എന്തെല്ലാം തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കണം? എക്സിസ്റ്റിംഗ് ക്യാൻസർ ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻറ്റ് ഡെഫിനറ്റായിട്ടും ഫോളോ അപ്പിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ റിക്കറൻറ്റ് ക്യാൻസർ വന്നാൽ നമ്മൾ ഏർലി ഡിറ്റക്ഷൻ നമുക്ക് സാധിക്കും. ഈ കൊളോണിക് ക്യാൻസേഴ്സിനൊരു ഡെഫിനിറ്റ് ജനറ്റിക് പാറ്റേൺ, ഫാമിലി ഹിസ്റ്ററി പാറ്റേൺ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സും നമ്മൾ സ്ക്രീനിങ്ങിലാണ് വെക്കുന്നത്. അതിന് ഡെഫിനിറ്റ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 50 വയസ്സായി ഒരു പേഷ്യൻറ്റിന് നമ്മൾ ക്യാൻസർ, വൻകുടൽ ക്യാൻസർ ഓപ്പറേറ്റ് ചെയ്താൽ, അപ്പോൾ സാധാരണ 50 വയസ്സിലൊരു സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് നമ്മൾ പറയും. ഈ പേഷ്യൻ്റ് 50 വയസ്സിൽ ക്യാൻസർ കണ്ടുപിടിച്ചാൽ അതോടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് നമ്മൾ 40 ഇയേഴ്സിലെ കൊളോണോസ്കോപ്പി ചെയ്യുക. അങ്ങനെ ഡെഫിനിറ്റ് ഗൈഡ് ലൈൻസ് ഉണ്ട്. 10 ഇയേഴ്സ് ബിഫോർ ദ ഡിറ്റക്റ്റഡ് ക്യാൻസർ, അങ്ങനെ നമുക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് അഡിയർ ചെയ്യുകയാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് ഏർലി ഡിറ്റക്ഷൻ ഡെഫിനറ്റായിട്ടും സാധിക്കും. ഡോക്ടർ, ഇപ്പം ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു അസുഖമാണ് അർബുദം എന്നറിഞ്ഞാൽ പോലും, അസുഖം വന്ന് ശസ്ത്രക്രിയ കഴിഞ്ഞാൽ പോലും ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത്? മറ്റൊന്ന്, താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളിലൂടെയുള്ള ഈ ചികിത്സാ സൗകര്യം എങ്ങനെയാണ് കേരളത്തിൽ? അഡ്വാൻസ്ഡ് ഗ്യാസ്ട്രിക് ക്യാൻസേഴ്സ്, അഡ്വാൻസ്ഡ് ഇൻറ്റെസ്റ്റൈനൽ ക്യാൻസേഴ്സ് ഇപ്പോൾ സർജൻസ് സ്ലോലി അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. ബിക്കോസ് മുന്നേ ഇതിനൊരു സയൻറ്റിഫിക് പ്രൂഫ് ഇല്ലായിരുന്നു. ഇപ്പം വേൾഡിലെ എമർജിങ് ലിറ്ററേച്ചർ അനുസരിച്ച് ഇപ്പം ലാപ്രോസ്കോപ്പിയാണ് പല ഇതിനും ആപ്ലിക്കബിൾ ആണ്. അതാണ് പേഷ്യൻസിന് കുറച്ചും കൂടെ കംഫർട്ടബിൾ. പെയിൻ കുറവാണ്, അവർക്ക് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകാം. അഡ്ജുവൻ തെറാപ്പി, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി വേണ്ട പേഷ്യൻ്റ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതെടുത്ത് ഇത് തിരിച്ചു വരാനുള്ള സാധ്യതയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ബിക്കോസ് ലാപ്രോസ്കോപ്പി ആകുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കും. സോ അതിനാൽ കൂടുതൽ ആപ്ലിക്കബിളാണ്. ഇപ്പം ഒരുവിധം ആശുപത്രികളിലെല്ലാം ഉണ്ട്, പക്ഷേ അഡ്വാൻസ് ലാപ്രോസ്കോപ്പി ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷേ ഐ വിഷ് എവറിബഡി ഷുഡ് അഡോപ്റ്റ് ദാറ്റ് അഡ്വാൻസ് ലാപ്രോസ്കോപ്പി. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.